ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് സാറ്റർഡേ ഈവനിങ്ങിനെയും സൺഡേയും കൂടി കൊളാബ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കണ്ടാലോ? അത്ര ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ, ഒരു 3-3.5 മിനിറ്റ് അത്രയേ ഉള്ളേ. അപ്പോൾ ഇതാ ഞാൻ പാർലറിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീലാൻസ് ഞാൻ പാർലർ സർവീസസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇന്നൊരു വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ബസ്സിൽ കുത്തിത്തിരക്കിയിട്ട് ഞാൻ ഇതാ ഇറങ്ങി നടക്കുവാണ് വീട്ടിലോട്ട്. അപ്പോൾ എൻ്റെ സ്വന്തം കസ്റ്റമറാണ്, എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമറാണ്. സോ നമ്മൾ ഫുൾ വൈബാണ് കേട്ടോ. അതിൻ്റെയാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ മോൻ പുറത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കില്ല. ഞാൻ അവിടെ ഹാർട്ട് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്, അത് മാത്രം ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ പകരം എൻ്റെ ഹാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ചേച്ചിക്കൊരു ഫേഷ്യലും സ്പായുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കെട്ടിയവൻ എന്നെ വിളിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ആദ്യം ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി. അതിനുശേഷം നമ്മുടെ കുന്നപ്പള്ളിക്കാവിൽ, ചെറിയ കുന്നപ്പള്ളിക്കാവിൽ പാവക്കൂത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ പാവക്കൂത്ത് കണ്ടിട്ടില്ല. സോ അവിടെ 21 ദിവസത്തെ മറ്റാണ് പാവക്കൂത്ത് ഉള്ളത്. അപ്പോൾ ഇത് കുമ്മാട്ടി ആകുമ്പോഴത്തേനും തീരും. അപ്പോൾ കുമ്മാട്ടി ആവാറായി. അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ 9 മണിക്ക് തുടങ്ങിയില്ല, 11 മണിയായി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും. ആദ്യം കിടന്ന് ഉറങ്ങിയിട്ടോ. ആദ്യം ഉറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബൈക്കിലിരുന്ന് ഉറങ്ങി. ബൈക്കിലിങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അവൻ കുറച്ചും കൂടെ വലുതാവുമല്ലോ, അപ്പോൾ വന്നിരുന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ടിങ് കുറച്ചൊരു 10-15 മിനിറ്റ് ഇരുന്ന് കണ്ടു, അത്രമാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഇത് രാമായണം തീം, അങ്ങനെ രാമായണം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഇതിൻ്റെ കൂടുതലായിട്ട് എനിക്ക് ഒന്നും അറിയില്ല, ഇതിനെ പറ്റിയിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കാണാൻ പോയത്. അവിടെ ഞാൻ 1-2 പേരടുത്ത് ചോദിച്ചപ്പോഴും അവർ നേരെ പറഞ്ഞു തരാൻ അറിയുന്നില്ല. സോ ഞാൻ കുമ്മാട്ടി ദിവസം കുന്നപ്പള്ളിക്കാവിലെ കുമ്മാട്ടി ഉണ്ട് 25-ാം തീയതി. 25-ാം തീയതി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് സൺഡേ ആണേ. സൺഡേ നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ. സിനിമയ്ക്ക് പോകുന്നത് ഇത്ര വലിയ വിശേഷമുള്ള കാര്യങ്ങളൊന്നും അല്ല എങ്കിലും നമ്മൾ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണെന്നറിയോ? മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. അന്ന് ആദ്യം പോയിട്ട് അവിടെ തിയേറ്ററിൽ കരയുകയൊക്കെ ചെയ്തു. കാരണം ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് അവന് പേടിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവൻ കുറച്ചും കൂടെ ആയിട്ട് അവനായിട്ട് സിനിമയ്ക്കൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേനും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് ഇപ്പം നമ്മൾ ഈ സിനിമ പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോവാം എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാട്ടോ. ഏതാ സിനിമ? ഗസ് ചെയ്യൂ നോക്കട്ടെ. അതിനുശേഷം അങ്ങനെ തിയേറ്ററിലെത്തിയേ. പോയതും അവൻ്റെ വായിലേക്കുള്ളത് നമ്മൾ മേടിച്ചു കൊടുത്തു. കേട്ടില്ലേ, അവൻ സിനിമയ്ക്ക് വന്നേക്കുവാണെന്ന്. ഇനി ബാക്കി പോപ്കോൺ കഴിക്കുകയാണേ. അപ്പോൾ ഏതാ സിനിമ എന്ന് മനസ്സിലായോ? ആട് 3 കേട്ടോ. വന്ന അടിപൊളി സിനിമ, നല്ല കോമഡി ഫിലിമായിരുന്നു. കുറേ ചിരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി പക്ഷേ അടുത്ത ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സൺഡേയിലെ കൊച്ചു വിശേഷമൊക്കെ കൂടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.